നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തയ്യാറാക്കിയാലോ. 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പൊക്കെ ഒരു പാതി വേവായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് കുറച്ച് വാളൻപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പരിപ്പിലൂടെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിയെല്ലാം നന്നായി ഒന്നുകൂടി ഒന്ന് തിളച്ച് കിട്ടണം. ഒരു 2-3 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 2-3 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. ഇത്രയും മതിയാകും. നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് താളിച്ചൊഴിക്കണം. കറി നമുക്ക് മാറ്റി വയ്ക്കാം. ചട്ടി ചൂടായതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്